ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉദ്ധാനത്തിൻ്റെ ഏറ്റവും മഹത്തരമായ സന്ദേശം സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു സമാധാനത്തിൻ്റെ വാഹകരാകണമെങ്കിൽ ഉള്ളിൽ ഉദ്ധാനം ചെയ്തവൻ്റെ മഹത്വം ഉണ്ടാകണം. യേശുവിൻ്റെ ഉദ്ധാനശേഷം വിശുദ്ധ തോമാസ് ലീഹ അവനെ കാണാൻ കൊതിച്ചത് അവൻ്റെ മുറിവുകളോട് ചേർന്നാണ്. മുറിവില്ലാത്ത ഏതൊരു മനുഷ്യനാണ് ഈ ഭൂമിയിലുള്ളത്? എല്ലാവരും എതിരേറ്റവനെ ഒടുവിൽ ലോകം ഒരു മുറിവുള്ള മനുഷ്യനാക്കി മാറ്റിയില്ലേ? പക്ഷേ ഉദ്ധാനത്തിനപ്പുറത്തേക്കും അവൻ്റെ മുറിവുകൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എന്ത് മുറിവാണ്! ലോകം കൊടുത്ത മുറിവുകളെ അവൻ തിരുമുറിവുകളാക്കി മാറ്റി. തിരുമുറിവുള്ളവന് സമാധാനമല്ലാതെ പിന്നെ എന്താണ് ഈ ഭൂമിയിൽ ആശംസിക്കാനുള്ളത്? മുറിവില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ഞാനും നിങ്ങളുമൊക്കെ മുറിവേറ്റവരാണ്. നമ്മൾ നമ്മുടെ മുറിവുകൾ കൊണ്ട് ചത്തൊടുങ്ങി പോകുന്നു എന്നതാണ് നമ്മുടെ പരാജയം. എന്നാൽ മുറിവുകളെ തിരുമുറിവുകളാക്കി കഴിഞ്ഞാൽ നമുക്കും ഈ ഭൂമിയിൽ സമാധാനം കൊടുക്കാൻ പറ്റും. മുറിവുകൾ വ്രണമാകുമ്പോൾ അത് അനേകാര്യങ്ങൾക്ക് ദുർഗന്ധമായി മാറും. എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് അസ്വസ്ഥതയായി മാറും. മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റിയാൽ അതൊരു അഭിഷേകമാകും, അനുഗ്രഹമാകും. സമാധാനം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ സമാധാനം കൊടുക്കുവാൻ എൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.